നമസ്കാരം. ഇൻസൈഡ് സ്റ്റോറീസ് മലയാളത്തിലേക്ക് സ്വാഗതം. അകം കഥകളിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ കേരളത്തിലെ RSSന്റെ സ്ലീപ്പിംഗ് സെൽ തലവനാണോ എന്ന് സംശയിപ്പിക്കും വിധമാണ് കാര്യങ്ങളുടെ മുന്നോട്ടു പോക്ക്. RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയെ കണ്ട വിവരം നേരത്തെ പുറത്തു വന്നതും വിവാദമായതുമാണ്. വീണ്ടും നിരവധി തവണ ADGP RSS നേതാക്കളെ കണ്ടുവന്ന വാർത്തകളാണ് വീണ്ടും പുറത്തുവരുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനമായി പുറത്തു വന്നിരിക്കുന്ന വാർത്ത കേരളത്തിലെ RSSന്റെ ഓപ്പറേഷനുകൾക്ക് നേതൃത്വം നൽകുന്ന RSS കേരള പ്രാന്തീയ കാര്യകാരി സദസ്യൻ വത്സൻ തില്ലങ്കേരിയുമായി 4 മണിക്കൂർ ഹോട്ടൽ മുറിയിൽ കൂടിക്കാഴ്ച നടത്തിയതാണ്. 2024 ഓഗസ്റ്റ് 4 കൽപ്പറ്റയിലെ സ്വകാര്യ ഹോട്ടൽ മുറിയിലായിരുന്നു കൂടിക്കാഴ്ച. ഇക്കാര്യം വയനാട് CPM ജില്ലാ കമ്മിറ്റി CPM സംസ്ഥാന കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന ഇന്റലിജൻസ് ആഭ്യന്തര വകുപ്പിനെയും ധരിപ്പിച്ചിട്ടുണ്ട്. ADGP MR അജിത് കുമാർ മുണ്ടക്കൈ ദുരന്തഭൂമിയിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കിടയിൽ ചില അലങ്കോല പണികൾ എടുത്തിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഭക്ഷണ വിതരണം സംബന്ധിച്ച് സന്നദ്ധ പ്രവർത്തകർ ഒന്നാകെ പരാതി പറഞ്ഞ സന്ദർഭം ഓർക്കുക. ഇങ്ങനെ ഇടതിന്റെ നയങ്ങൾക്ക് പൂർണ്ണ വിരുദ്ധമായ സമീപനം സ്വീകരിച്ചിട്ടും എന്താണ് ADGP തെറിക്കാത്തത് എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. മുന്നണിയിലെ രണ്ടാം കക്ഷിയായ CPIയും RJDയും ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടില്ല. ഇതോടൊപ്പം ചേർത്തു വായിക്കേണ്ട ചിലതുകൂടി കേരളത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പുകൾ കേന്ദ്രീകരിച്ച് RSS ഭഗീരഥ പ്രവർത്തനം നടത്തുകയാണ്. തൃശൂർ പൂരം കലക്കിയത് ഇതിന്റെ ഭാഗമായിരുന്നു എന്നു വിശ്വസിക്കുന്നവർ ധാരാളം. ഇപ്പോൾ വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ടാണ് RSSന്റെ മുന്നോട്ടുപോക്ക്. RSS നേതാക്കൾ തന്നെ നേരിട്ട് മത്സരിക്കാനാണ് നീക്കം. ഇതിന്റെ ഭാഗമായി RSS നിരന്തരം ദൃശ്യതയുണ്ടാക്കാൻ ശ്രമിക്കുന്നു. കൈരളി, ന്യൂസ് 24/7 മലയാളം, മീഡിയ 1 ഒഴികെയുള്ള ചാനലുകൾക്ക് നിരന്തരം പ്രതികരണങ്ങൾ നൽകുന്നു. സുരേഷ് ഗോപിയെ പോലെയുള്ളവർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുമായി നിരന്തരം സംവദിക്കുന്നു. മറുവശത്ത് ADGP ആരോപണ നിഴലിലായ പൂരം കലക്കൽ വീണ്ടും അന്വേഷിക്കാനൊരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. അപ്പോഴും ക്രമസമാധാന ചുമതലയിൽ നിന്നെങ്കിലും ADGPയെ നീക്കാൻ യാതൊരു നീക്കവുമില്ല. വരുന്ന നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം എന്താകുമെന്ന് നമുക്ക് കണ്ടുകാണാം. യാഥാർത്ഥ്യങ്ങൾ അറിയാൻ ഇൻസൈഡ് സ്റ്റോറീസ് മലയാളം അകം കഥകൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ.